ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ യുവപ്രതിഭയായ ലാമിൻ യമാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ചില കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. അതായത് യമാൽ നിലവിൽ ബാഴ്സക്കകത്ത് ഒട്ടും ഹാപ്പി അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലാലിഗയിലെ ആദ്യ മത്സരത്തിൽ യമാൽ മോശം പ്രകടനമാണ് നടത്തിയത്. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. മാത്രമല്ല, ഒട്ടും ആത്മാർത്ഥതയില്ലാതെയാണ് ഇപ്പോൾ യമാൽ കളിക്കുന്നത്. ഒരു അലസനായ വ്യക്തിയായിക്കൊണ്ട് യമാൽ മാറിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം സ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് യമാൽ നിലവിൽ സങ്കടത്തിലാണ് എന്നാണ് കാറ്റലൻ മാധ്യമമായ സ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാരണം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അലജാൻഡ്രോ ബാൾഡയുടെ സിറ്റുവേഷൻ്റെ കാര്യത്തിൽ യമാൽ ഇപ്പോൾ അൺഹാപ്പിയാണ്. അദ്ദേഹം ഒട്ടും സന്തോഷവാനല്ല. നമുക്കറിയാം, യമാലിൻ്റെ അടുത്ത സുഹൃത്താണ് ബാൾഡെ. അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ്. ക്ലബ്ബ് വിടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹാൻസി ഫ്ലിക്കിൻ്റെ പ്ലാനുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ബാഴ്സ ബാൾഡയെ ഒഴിവാക്കുകയാണ്. യുണൈറ്റഡ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട്. ഈ വിഷയത്തിലാണ് യമാൽ ഇപ്പോൾ വളരെയധികം അസംതൃപ്തനായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സഹോദരനെ പോലെയാണ് യമാൽ ബാൾഡയെ പരിഗണിക്കുന്നത്. രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. ബാൾഡയോട് ക്ലബ്ബ് വിടാൻ ബാഴ്സ പറഞ്ഞതിൽ ഇപ്പോൾ യമാൽ ഒട്ടും സന്തോഷവാനല്ല എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത്ര ഹാപ്പി അല്ലാതെ ഇപ്പോൾ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ആദ്യ മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നിലവാരത്തിന് ഒത്ത് ഉയരാത്തത് എന്നൊക്കെയാണ് സ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും നല്ല ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ ബാൾഡെ FC ബാഴ്സലോണ വിട്ടേക്കും. അതല്ല എങ്കിൽ അദ്ദേഹം ഹാൻസി ഫ്ലിക്കിന് കീഴിൽ തൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.